കാൽപാദം സുവർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ, ജന്നത്തിൻ വഴിയതൊന്ന് വെള്ളാരം കല്ലാം മനമല്ലേ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ. അസ്സലാമു അലൈക്കും. ഞാൻ മുഫീദ ഭീമാപള്ളി. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തുള്ള വെമ്പായത്തിലെ തേക്കട എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിലാണ്. എൻ്റെ അടുത്തിരിക്കുന്ന സുജീന എന്ന് പറയുന്ന മാതാവ് 3 വർഷത്തോളമായി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു ചരിത്രം പറയട്ടെ. ഉമ്മയുടെ മരണശേഷം മൂസ നബി അലൈഹിസ്സലാം തൂർ മലയിലേക്ക് കയറുന്ന സമയം ചെറുതായിട്ടൊന്ന് വഴുതി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹേ മൂസ, നടക്കുമ്പോൾ സൂക്ഷിച്ചു നടക്കണം. കാരണം ഇനി മുതൽ ദുആ ചെയ്യുന്ന കരങ്ങൾ കൂടെ ഇല്ല എന്നത് ഓർക്കണം. ഇതിലൂടെ തന്നെ ഉമ്മ എന്ന് പറയുന്ന സ്നേഹക്കടലിന്റെ പ്രാധാന്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഉമ്മയുടെ കാലടിപ്പാടിലാണ് സ്വർഗം എന്ന് പാടി നടന്ന് നമുക്ക് ഉമ്മയുടെ മഹത്വം പറഞ്ഞു തരേണ്ടതില്ല. അതുപോലൊരു മാതാവാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇതെൻ്റെ ഉമ്മച്ചിയാണ്. എൻ്റെ ഉമ്മച്ചി ഏകദേശം 2 വർഷത്തോളമായി ഉറങ്ങിയിട്ട്, ഏകദേശം 2 വർഷത്തോളമായി തന്നെ യൂറിൻ പോയിട്ട്. എൻ്റെ ഉമ്മയുടെ കിഡ്നി മാറ്റിവെക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ഭീമമായ തുക വേണ്ടി വരുന്നുണ്ട്. ഞാൻ പത്തനംതിട്ട ഇഞ്ചക്കര ജോമസിൽ സേവനം ചെയ്യുകയാണ്. അവരുടെയും നാട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ട് എൻ്റെ ഉമ്മയുടെ ചികിത്സ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഡോക്ടർ പറഞ്ഞു, ഇന്ന് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കില്ല, എത്രയും പെട്ടെന്ന് തന്നെ വൃക്ക മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൽ ഭീമമായ ഒരു തുകയാണ് വേണ്ടത്. എല്ലാവരും എൻ്റെ ഉമ്മച്ചി ഒന്ന് ചേർത്ത് പിടിക്കണം. നിങ്ങളാൽ കഴിയുന്ന സഹായം എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്, ഉറപ്പെടുത്തുകയാണ്. നിങ്ങൾ